നോക്കായില്ല ഒരു കെട്ട് ഷീറിനും കൊണ്ടുപോകുന്നതിനെ പറ്റി ഞാൻ എന്ത് ചെയ്യല്ലേ? പാപ്പ അൽഹംദുലില്ലാ സന്തോഷം, ഒരു കെട്ട് സീറിനും എനിക്ക് കിട്ടിയല്ലോ, പോയാ അൽഹംദുലില്ലാ റാഹത്താക്കട്ടെ. അങ്ങനെ ചെല്ലിയതാ? അതെന്താ മുന്നേ മീക്കൊണ്ട് പോയ അങ്ങനെ ചെല്ലിയതാ? ഞാൻ മതിയില്ലേ? ഇനി ഓനിൽ 3 കെട്ടുണ്ടെങ്കിൽ ചെല്ലേ വേണ്ട, ഓൻ ഇടി നാടെ എത്തിക്കു പോയിട്ട്. അല്ല അങ്ങനെ ഉണ്ട് ചില അങ്ങനല്ലോ. 3 കെട്ട് പോന്റെ തന്നെയല്ല, അത് 3 അവകാശികളാണ്. ചിലപ്പോൾ വരെ പേരുടെ ഉള്ളിലേ ഉണ്ടാവും. അങ്ങനെ ആവാലോ. പക്ഷെ ഞമ്മ പറയണത് എന്ത്? ഞമ്മ ഓരോരുത്തരും എപ്പോഴും നോക്കിയിട്ട് പ്രാഗണത് ആ പ്രാഗ് നമ്മ കേൾക്കാൻ പാടില്ല. നമ്മളെ ഭാഷയിൽ പ്രാഗ് എന്ന് പറയും. നിങ്ങൾ എന്ത് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. ഏതും ആകട്ടെ, അങ്ങനെ പ്രാഗ് കേൾക്കാൻ പാടില്ല. അപ്പൊ ഞാൻ ഉമ്മമാരോടാ പറഞ്ഞു, സഹോദരിമാരോട്, നിങ്ങളെ മക്കളാണ്, നിങ്ങളെ അരുമ സന്താനങ്ങളാണ്, കുഞ്ഞുമക്കളാണ്, പൈതങ്ങളാണ്. അവർ സ്ഫുടം ചെയ്തെടുത്ത മനസ്സിന്റെ ഉടമകളാണ്. ആ കിടാക്ക കളിക്കും, അവർ ചിരിക്കും, അവർ തുള്ളും, അവർ മുണ്ടും. പ്രത്യേകിച്ച് ലൈറ്റും വെളിയെല്ലാം കാണുമ്പോ കുറച്ച് കളിയും ചിരിയും കൂടും. കിടാക്കാണല്ലോ. പക്ഷെ അങ്ങനെ ആകുമ്പോ എന്തറിയോ ബുദ്ധിമുട്ട്? അവിടെ വയല് കേൾക്കാനിരിക്കുന്ന, ദുവാ കാമ്യം പറയാനിരിക്കുന്ന വലിയ ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടാവും. കിടാക്കളെ കൂറ്റും ഗൗജും പാച്ചളും ചാട്ടവും ഓട്ടവും ഇതെല്ലാം കാണുമ്പോൾ വലിയവർക്കൊരു ബുദ്ധിമുട്ടാവും. അപ്പൊ ചില അറിയാതെ കണ്ട് ചില പെണ്ണുങ്ങളെ വായിന്ന്, ആണുങ്ങളെ വായിന്ന്, മനുഷ്യന്മാരെ വായിന്ന് വരും. ഇത് ഏത് അതിന്റെ കിട, ഇത് ആര് കിട, ഈ മലാമത്തിന് കൂടെ താത്തീനെ കൊണ്ടിട്ട് ഉരുവത്തിന്റെ കെട്ടിയില്ലേ, പല്ലും കടിച്ചു പിടിച്ചിട്ട് ഓരോന്ന് ചെന്ന് നിൽക്കുന്നത് അല്ലേ? അതൊരു പ്രാഗാണ്, അത് കേൾക്കാൻ പാടില്ല. അതൊരു ശാപമാണ്, അത് സിഹറാണ്. മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അവരുടെ കിതാബ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഈ സിഹർ ചെല്ലെങ്കിൽ ബട്ടനെ കണ്ടിട്ട് മുട്ടലെന്നെ പുതിയണമെന്നൊന്നുമില്ല. ഇതെല്ലാം മതി. അവിടെ വേണം ഇല്ലേ അല്ലേ? അവിടെ കിടാക്ക മാത്രമുള്ള കളിക്കട്ടെ. കിടാക്ക കളിക്കൊണ്ടേ തന്നെയാണ്. അള്ളാഹു താല നമ്മുടെ മക്കളെ നന്നാക്കട്ടെ, സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. ഞാൻ എന്ത് പറഞ്ഞ എടത്തിന്ന് പാട്ട്? കിടാക്ക മിണ്ടുന്നതിന്റെ മിന്നെ ഞാൻ എടത്തിന് ബായും പടന്നിട്ട് എന്നെ നോക്കുന്നത് വിഷയം ചെല്ല്, ഇങ്ങോട്ട് ചെല്ല്. ബദരീങ്ങൾ 313 360 ചില്ലാനമാൻ. അത് 63 എന്ന് പറഞ്ഞവരുണ്ട്, 67 എന്ന് പറഞ്ഞവരുണ്ട്, 69 എന്ന് പറഞ്ഞവരുണ്ട്, 66 എന്ന് പറഞ്ഞവരുണ്ട്. ഏതുവാകട്ടെ. പിന്നെ ഉസ്താദെ 313 എന്ന് പറയണത് എന്താ? അതേ 313 എന്ന് പറഞ്ഞാൽ അവർ നബി തങ്ങളോടൊപ്പം യുദ്ധക്കളത്തിൽ ഇറങ്ങിയിട്ട് യുദ്ധം ചെയ്തവരാണ് 313 പേർ. കുറച്ച് ആൾക്കാർ യുദ്ധക്കളത്തിൽ ഇറങ്ങിയിട്ടില്ല, ഇറങ്ങാതെ കണ്ട് മാറി നിന്നവരുണ്ട്. അതിലേറ്റവും പ്രധാനിയാണ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. നബി തങ്ങളെ മരുമകനാ. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ വിശാലമായ ഇസ്ലാമിക് സാമ്രാജ്യത്തിന്റെ 3ാമത്തെ ഖലീഫയാ. നബി തങ്ങളെ 2 പെണ്ണുമക്കളെ കെട്ടിയ മരുമകനാ. എല്ലാം കൊണ്ടും സഹാബികളിൽ 3ാമനാ, ബദരീങ്ങളിൽ 4ാമനാ. സത്യത്തിൽ ബദർ യുദ്ധക്കളത്തിലേക്ക് മഹാനായ ഉസ്മാൻ തങ്ങൾ പോയിട്ടേ ഇല്ല. ഉസ്മാൻ റളിയല്ലാഹു ബദരീങ്ങളിൽ പെട്ട ആളല്ലേ? ബദരീങ്ങളിൽ 4ാമത്തെ ആള്. 1ാമത്തെ ആളാര്? മുസ്തഫ റസൂലുള്ളാഹി. 2 സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, 3 ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, 4 ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. സത്യത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് അവിടെ ഇല്ല. എവിടെ പോയിരുന്നു അയാള്? ആ മഹാൻ തന്റെ ഭാര്യ നബി തങ്ങളെ വിരിശപ്പെട്ട മോളന്ന് രോഗിയായിരുന്നു. അതും ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു. ആ രോഗത്തിൽ ആ മഹദി മരണപ്പെടുകയും ചെയ്തു. കലശലായ രോഗം അനുഭവിക്കുന്ന തന്റെ വിരിശപ്പെട്ട ഭാര്യയുടെ രോഗപരിപാലനത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനരോട് പറഞ്ഞു, നീ അവളെ നോക്കിക്കോ, നീ അവിടെ വരേണ്ടതില്ല. അങ്ങനെ 30-ൽ പരം ആൾക്കാരുണ്ട്. 313 അവർ ഓൾറെഡി അവിടെ എത്തിയവരാണ്, യുദ്ധത്തിൽ പങ്കെടുത്തവരാണ്. അതേസമയം ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സഹാബികളുടെ എല്ലാ നിലക്കുള്ള സ്ഥാന ബഹുമാനങ്ങൾ അല്ലാഹു കൊടുത്തിട്ടുള്ള വേറെയും കുറച്ച് സഹാബികളുണ്ട്. എത്രയുമാകട്ടെ, അവർ അല്ലാഹുവിന്റെ ലോകത്ത് 1ാം സ്ഥാനം അലങ്കരിക്കുന്ന ഔലിയാക്കളാണ്. പിന്നെയാണ് ബാക്കി സഹാബികൾ, മദ്ഹബിന്റെ ഇമാമിങ്ങൾ, മഹാന്മാരായ ഔലിയാക്കൾ. 1ാം സ്ഥാനം അലങ്കരിക്കുന്ന മഹാന്മാർ മുഅ്മിനീങ്ങൾ, ബദരീങ്ങളാണ്. അവരെ മറക്കരുത്. ശംസുല്ലമയെ മറക്കരുത്. നേരത്താണല്ലോ ഇവിടെ കുട്ടികൾ പാടി പറഞ്ഞത്. എഷ്ടതിക്കും കേളി കേട്ട വന്യ ശൈഖുന അറിവീലമാനത്തൊന്നും ശംസുല്ലുലമാ. ഖാലിയാണവർ, ആലിമാണവർ, ഖാലിഖിന്റെ ദീനിനായി ത്യാഗം ചെയ്തവർ. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ മഹാനാണ്.
മഹാനുഭാവനെ നമ്മൾ മറക്കാൻ പാടില്ല. അതുപോലെ സമസ്തയുടെ വലിയവരായ ഏത് അലിമീങ്ങളായാലും, മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങളായാലും, ഇമാം ഷഫീ തങ്ങളായാലും, മഹാനായ അജ്മീർ ഖാജയായാലും, മഹാനായ മമ്പുറം തങ്ങളായാലും, മദനി തങ്ങളായാലും, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ തങ്ങൾ മറക്കാൻ മഹാനുഭാവ നമ്മൾ മറക്കാൻ പാടില്ല. അതുപോലെ സമസ്തയുടെ വലിയവരായ ഏത് അലിമീങ്ങളായാലും, മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങളായാലും, ഇമാം ഷഫീ തങ്ങളായാലും, മഹാനായ അജ്മീർ ഖാജയായാലും, മഹാനായ മമ്പുറം തങ്ങളായാലും, മദനി തങ്ങളായാലും, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ തങ്ങൾ മറക്കാൻ പാടില്ല, വെറുക്കാൻ പാടില്ല. അവരോട് നമുക്ക് വലിയ മഹബത്തും പിരിച്ചപ്പാടും പോകണം. അതെന്തിനറിയോ? പരീക്ഷണങ്ങളുടെ ലോകമാകുന്ന ഈ ലോകത്ത് പരീക്ഷണ കാലത്തിലൂടെ കഴിഞ്ഞു പോകുന്ന നമുക്ക് അത് ഏറ്റവും വലിയൊരു ശ്രീരക്ഷയാണ്. ഈ അനുസ്മരണ പരിപാടി, ഇവിടെയുള്ള മൗലിദ്, ഇവിടെയുള്ള ഒത്തുകൂടല്, ഈ മഹാന്മാരോടുള്ള പിരിശപ്പാട്, അവരെ പേരിലുള്ള ഒത്തുകൂടല്, അവരെ സിയാറത്ത്, അവരെ മേലെ ഫത്തിഹ ഓതല്, ഇതൊക്കെ അല്ലാഹു തആല നമ്മളെ പരീക്ഷണങ്ങളിൽ നിന്ന് കാക്കാനുള്ള പ്രതിവിധികളാണ്, പരിഹാരങ്ങളാണ്. അങ്ങനെ ഒറ്റടിക്കൊന്നും നമ്മളെ കാക്കലല്ലാവൂ, ഇങ്ങനത്തോരെല്ലാം പിടിച്ചോളാം. ഈ മഹാന്മാരോട് വലിയ പിരിശപ്പാടും കാര്യമെല്ലാം പോണം. ആരാണ് ഈ സമസ്തയുടെ ആലിമീങ്ങൾ എന്ന് പറഞ്ഞാല് നിങ്ങൾ എന്ത് മനസ്സിലാക്കി? പാർട്ടി പാർട്ടി പാർട്ടി. എന്ത് പാർട്ടി? സമസ്ത പാർട്ടിയല്ല, അത് പരിശുദ്ധമായ ദീനിന്റെ ശരിയായ രൂപമാണ്. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ തങ്ങൾ ലോകത്തോട് പറഞ്ഞു, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന് പ്രചരിപ്പിച്ച ദീനുൽ ഇസ്ലാമിന്റെ, മഹാന്മാരായ മാലിക് ദീനാർ തങ്ങൾ നമ്മുടെ മലയാളക്കരയിലേക്ക് എത്തിച്ച പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ശരിയായ തനി പകർപ്പാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അത് ദീനാണ്, അത് ദീനാണ്, അത് പാർട്ടിയല്ല. അവിടെ മെമ്പർഷിപ്പ് എടുക്കാനും ആ പതാക പിടിക്കാനും ആരും മടിക്കേണ്ടതില്ല. ഏതാണ് SKSSF? ഏതാണ് നമ്മുടെ ഈ വിക്കായ? അവർ ചെയ്ത സേവനങ്ങൾ എത്രയാ? ലോകമറിഞ്ഞതല്ലേ, ലോകം അംഗീകരിച്ചതല്ലേ? നമ്മുടെ ഗവൺമെന്റ് പോലും അവരെ അഭിനന്ദിച്ചില്ലേ? അവരെ എല്ലാ നിലക്കും ആദരിച്ചില്ലേ? ജോടുപാള്ളിയില്, അങ്ങകലെ കേരളത്തില്, ലോകത്തിന്റെ മുക്കുമൂലകളില്, ഹജ്ജിന്റെ വേളകളില്, ഉംറയുടെ വേളകളില് നമ്മുടെ വിക്കായയുടെ കുട്ടികള്, ആമിലയുടെ കുട്ടികള്, നമ്മുടെ തൊലബാവിങ്കന്റെ കുട്ടികള്, അങ്ങനെയുള്ള നമ്മുടെ സമസ്തയുടെ വിദ്യാർത്ഥി പടയണികള്, സുബ്ഹാനല്ലാഹ്, എല്ലാം മറന്നിട്ട് ഈ നാടിനെ അവർ അവരൊക്കെയും ഒരു നാട്ടിലുണ്ടാവുക എന്നത് ആ നാടിനെ ഏറ്റവും വലിയ ബർക്കത്താണ്, ഏറ്റവും വലിയ റഹ്മത്താണ്, അത് ഏറ്റവും വലിയ സേവനമാണ്. എന്തേ അവർ നല്ലവരാ അല്ലെ? SKSSF മെമ്പർ എന്ന് പറയുമ്പോ, വിക്കായയുടെ പ്രവർത്തകൻ എന്ന് പറയുമ്പോ അവൻ നിസ്കരിക്കാത്തവനല്ല. നിസ്കരിക്കാത്തവനെ വിക്കായ പോയിട്ട് പോകാനെ പരലോടെ കയറ്റാൻ കഴിയില്ല. ഓൻ വലിയ ചട്ടം ഇട്ടിട്ട് ഞാൻ കമാൻഡറും ലീഡറായിട്ട് ഓൻ വരെയും വേണ്ട. ഓൻ വന്നിട്ടൂടെ വിക്കായാക്കാൻ നിന്നെങ്കിൽ നേരാമില്ല. നാളെ ക്ലിപ്പ് വരും ഇതേപോലെ. അന്ന് ചെല്ലാൻ പിറ്റേന്ന് വിളിച്ചിട്ട് ഒരു വിക്കായന്റെ നേതാവ് ഫോണാക്കി, നിങ്ങൾ അങ്ങനെ ചെല്ലിയെന്ന്. ഞങ്ങൾ എന്ത് ചൊല്ലണമെങ്കിലും എല്ലാരും ഇത് വാങ്ങിക്കോളാം, മെമ്മോ ഉണ്ടോ. വിഖായ എന്ന് പറയുന്നത് ഒരു അനുഗ്രഹീതമായ സംഘടനയാണ്, സമസ്തയുടെ അനുഗ്രഹീത സാന്നിധ്യമാണ്. പാണക്കാട് കുടുംബത്തിന്റെ വലിയ നേതൃത്വത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ നല്ലവരായ പ്രവർത്തകന്മാർ, അവർ അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹം ലഭിച്ചവരാണ്. അതുകൊണ്ടാണല്ലോ എല്ലാവരും അവരാദരിച്ചു, എല്ലായിടത്തും അവരാദരിച്ചു, ഗവൺമെന്റ് തലത്തിലും അവരെ ആദരിച്ചു, സെക്യൂരിറ്റി ആദരിച്ചു, ജുഡീഷ്യറി ആദരിച്ചു, അവരെ അഭിനന്ദിച്ചു. എന്തിനേറെ പറയണം, നമ്മുടെ വിക്കായയുടെ കുട്ടികളുടെ നല്ല പ്രവർത്തനം കണ്ട് അവരുടെ ജീവൻ മറന്നിട്ട് ഈ നാടിനെ സേവിച്ചത് കൊണ്ട് നാട്ടുകാരെ ജാതി നോക്കാതെ മതം നോക്കാതെ അവർ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് വിക്കായയുടെ കുട്ടികൾ കാര്യം നിർവഹിച്ചപ്പോ നമ്മുടെ വലിയവരായ നമ്മുടെ മന്ത്രിമാർ, വേണ്ടപ്പെട്ടവർ അവർക്കത് ഹജ്ജിന്റെയും ഉംറന്റെയും ഓഫർ വരെ കൊടുക്കുകയുണ്ടായി. എന്തേ? അവർ ഈ നാടിന് ആവശ്യമാണ്. വിക്കായയുടെ കുട്ടികൾ ഈ നാടിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ്. അതോടൊപ്പം ഒന്ന് പറയട്ടെ, അവർ 5 നേരം നിസ്കാരം ഉള്ളവരുമാണ്. അത് അണ്ടർലൈൻ ഇടേണ്ട പോയിന്റ് ആണ്. അല്ലാണ്ട് കാലി ഷർട്ട് ഇടുന്നവനാണ് വിക്കായന്റെ, ഇത് വേണമെന്നില്ല, ഷർട്ട് ഇട്ടില്ലെങ്കിൽ സാരില്ല. നമ്മൾ ആ രീതിയിൽ നമ്മുടെ നേതാക്കൾ ആ വഴി കാണിച്ചു തന്നവരാണ്. ആരാ? നമ്മുടെ മഹാന്മാരായ ആലിമീങ്ങൾ. അവർ നിസ്കാരം ഉപേക്ഷിച്ചോ? അവർ പൈസന്റെ പിന്നാലെ പോയാ? സമസ്തയുടെ ആലിമീങ്ങൾ കാശിന്റെ പിന്നാലെ പോയില്ല. അവർക്ക് കാശൊരു വിഷയമേ അല്ല. അവർ കാശ് എന്നത് ചിന്തിച്ചതേ ഇല്ല. ഇവിടെ എല്ലാം ഇപ്പൊ കാശാണ്. ഇപ്പൊ എല്ലാം കാശ് തന്നെ. അപ്പൊ കാശോടെ കാശ്. അല്ലെങ്കിൽ കാശുള്ളവന്റെ ബാക്കിൽ തന്നെ ആളുള്ള, എന്തില്ലാത്തവന്റെ ബാക്കിൽ നിന്ന് നായും വരുന്നില്ല. അപ്പോ സമസ്തയുടെ കാശ് എല്ലാവർക്കും വേണം കൂട്ടരെ, പൈസ എല്ലാവർക്കും വേണം. പൈസ ഇല്ലാണ്ടൊന്നും പറ്റല. പക്ഷെ പൈസ തന്നെ മതി എന്ന് ചിന്തിച്ചാലോ?
മഹാന്മാരായ സമസ്തയുടെ ആലിമീങ്ങൾ, വലിയവരായ നമ്മുടെ മഹാന്മാരായ ഔലിയാക്കളാകുന്ന സമസ്തയുടെ ആലിമീങ്ങൾ, അവർ പൈസയുടെ പിന്നാലെ പോയില്ല. അതെ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് റബീഉൽ ആഖിർ, ഇതേ ഈ മാസത്തിൽ 11 അന്ന് ലോകത്തോട് വിട പറഞ്ഞ മഹാനാണ്. 2017 റബീഉൽ ആഖിർ 11 ഈ ലോകത്തോട് വിട പറഞ്ഞ മഹാനാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നെടുന്തൂണായിരുന്ന, സർവരാലും ആദരണീയരായിരുന്ന, എല്ലാവർക്കും ഇടയില് സമസ്തയുടെയും സമുദായത്തിന്റെയും വലിയൊരു പാലമായിരുന്ന കാര്യങ്ങൾ ആരുടെ മുഖം നോക്കിയിട്ടും വെട്ടി തുറന്നു പറഞ്ഞിരുന്ന മഹാനായ ശൈഖുനാ കോട്ടുമല ടി.എം. ബാപ്പു മുസ്ലിയാർ. പാടൂല്ല, ശരിയല്ല. മഹാനായ ശൈഖുനാ കോട്ടുമല ഉസ്താദ് ആരാ? മഹാൻ ഹജ്ജ് കമ്മിറ്റി കേരള സ്റ്റേറ്റ് ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നു. ചുവന്ന ലൈറ്റും വെച്ചിട്ട് ഓടിയ മഹാനായിരുന്നു. ഗവൺമെന്റിന്റെ വലിയ ഉന്നതാധികാരിയായിരുന്നു. ഭരണപക്ഷം പ്രതിപക്ഷം എന്ന വ്യത്യാസമില്ലാതെ സർവരും വിളിച്ചിട്ട് കാര്യങ്ങൾ ചോദിച്ചിരുന്ന മഹാനായിരുന്നു. ആരോടും കാര്യങ്ങൾ തുറന്നു പറയാനും സംസാരിക്കാനും സമസ്തയുടെ എല്ലാ കാര്യങ്ങൾ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാനും അല്ലാഹു തആല ഈ സമുദായത്തിന് സമ്മാനിച്ച അനുഗ്രഹീത സാന്നിധ്യമായിരുന്നു ശൈഖുനാ കോട്ടുമല ഉസ്താദ്. അല്ലേ? എന്റെ ഓർമ്മ, ഞാൻ ചരിത്രം വായിച്ച ഓർമ്മ വെച്ച് പറയുകയാണെങ്കിൽ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1986 മഹാനദാ തന്റെ കോളേജാകുന്ന റഹ്മാനിയയുടെ പിരിവിന് വേണ്ടി പോവുകയാണ് ഗൾഫിലേക്ക്, ബഹ്റൈനിലേക്ക്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വലിയ സ്ഥാപനമാണ്. മതബൗദ്ധിക വിദ്യാഭ്യാസ സമന്വയമായി പഠിപ്പിക്കപ്പെടുന്ന കടമേരി റഹ്മാനിയ ഒരുപാട് റഹ്മാനി പണ്ഡിതന്മാരെ സമുദായത്തിന് സമ്മാനിച്ച മഹത്തായ സ്ഥാപനം. ആ സ്ഥാപനത്തിന്റെ വിജയത്തിന് വേണ്ടി, നല്ല നടത്തിപ്പിന് വേണ്ടിയിട്ട് മഹാനായ കോട്ടുമല ഉസ്താദ് എന്ന ആ സ്ഥാപനത്തിന്റെ ശില്പി, ആ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ, ആ സ്ഥാപനത്തിൽ നീണ്ട 38 വർഷത്തോളം അവിടെ നിന്ന് നേതൃത്വം വഹിച്ച ആ മഹാനുഭാവൻ അതിന്റെ പിരിവിന് വേണ്ടിയിട്ട് ഗൾഫിൽ പോവുകയാണ്, ബഹ്റൈനിൽ പോവുകയാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കൃത്യമായി പറയട്ടെ, 1986 കാലഘട്ടങ്ങളില് ബഹ്റൈനിൽ ചെന്നപ്പോ സുബ്ഹാനല്ലാഹ്, അവിടെ ഒരു മുതലാളിയെ കണ്ടോ. കൊടുകൈദാനിയായ, ധർമ്മിഷ്ഠനായ, നല്ല മനസ്കനായ, ഉദാര മനസ്കനായ ഒരു മനുഷ്യനെ കണ്ടു. അയാളതാ കോളേജിന് വേണ്ടിയിട്ട് നല്ലൊരു തുക സംഭാവന കൊടുത്തു. റഹ്മാനിയ കോളേജിന് വേണ്ടി നല്ലൊരു സംഭാവന കൊടുത്തു. എന്നിട്ട് ഇറങ്ങാൻ നേരം, അവിടെ നിന്ന് പോകുന്ന നേരം ആ മുതലാളി എന്ത് ചെയ്തറിയോ? ധർമ്മിഷ്ഠനായ ആ നല്ല മനുഷ്യൻ എന്ത് ചെയ്തറിയോ? 5000 ഉറുപ്പിക. 5000 അല്ലേ അറിഞ്ഞ് ചെറുതാക്കണ്ട. എപ്പോ? 86. അന്നത്തെ 5000-ന് എത്ര വില ഉണ്ടെന്ന് നോക്കിയാനി. 5000 ഉറുപ്പിക മഹാനായ ശൈഖുനാ കോട്ടുമല ഉസ്താദിന്റെ കയ്യിൽ വെച്ചു. കോട്ടുമല ഉസ്താദിന്റെ കയ്യിൽ വെച്ചിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഉസ്താദേ, ഇത് നിങ്ങൾക്കുള്ളതാണ്. കോളേജിന് വേണ്ടിയിട്ട് നല്ലൊരു തുക സംഭാവന കൊടുത്ത മുതലാളി 5000 ഉറുപ്പിക മഹാനായ കോട്ടുമല ഉസ്താദിന്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഉസ്താദ്, ഇത് നിങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞപ്പോ മഹാനായ ശൈഖുനാ കോട്ടുമല ഉസ്താദ് എന്തറിയോ ചെയ്തത്? ഞാൻ എന്റെ ആവശ്യത്തിന് പിരിവന് വന്നവനല്ല, എനിക്ക് വേണ്ടി പൈസ തേടി വന്നവനല്ല, ഞാനത് ആഗ്രഹിച്ചവനുമല്ല, അടിച്ചവനുമല്ല എന്ന് പറഞ്ഞിട്ട് തനിക്ക് കിട്ടിയതായ 5000-നും അവിടെ നിന്നതാ കോളേജിന്റെ പേരിലുള്ള റസീറ്റ് മുറിച്ചിട്ട് മുതലാളിന്റെ കയ്യിൽ കൊടുക്കുന്നു. തനിക്ക് കിട്ടിയ 5000 ഉറുപ്പിക കോളേജിനെ ഏൽപ്പിക്കുന്നു. സ്വന്തമാക്കാൻ അവർ പോയില്ല. മഹാനായ കാപ്പിൽ ഉമർ മുസ്ലിയാർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വലിയ മഹാനാണ്, വലിയ പണ്ഡിതരാണ്. മഅഖൂലാത്ത് ഉമർ മുസ്ലിയാർ എന്ന പരാവിനാമത്തിൽ അറിയപ്പെട്ട മഹാനാണ്. സമസ്തയുടെ കേന്ദ്ര മുഷാവറംഗമാണ്. ശംസുൽ ഉലമയുടെ ശിഷ്യന്മാരിൽ പ്രധാനിയാണ്. സുബ്ഹാനല്ലാഹ്. ആ മഹാനദാ മരിക്കുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് തന്റെ റബ്ബർ തോട്ടത്തിൽ ജോലി ചെയ്യുന്ന പണിക്കാരെ വിളിച്ചിട്ട് പറയുകയാണ്, മക്കളെ ഇങ്ങോട്ട് വരൂ. അയാൾക്ക് നല്ല, ആ മഹാന് നല്ല
റബ്ബർ തോട്ടെല്ലാം ഉണ്ടായി. മണ്ണാർക്കാട് ഭാഗത്ത് ഇഷ്ടം പോലെ സ്വത്തുള്ള ആള്. കോട്ടുമല ഉസ്താദും അങ്ങനെയാണ്, വലിയ സമ്പന്നനായിരുന്നു കോട്ടുമല ഉസ്താദ്. മനസ്സിലാവുന്നില്ല? നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല? ബേമ്പ മേരി മേരി നിങ്ങളെന്നെ നോക്കുന്നില്ല, എന്നെ നോക്കുന്നില്ല. അൽഹംദുലില്ലാ. മഹാനായ കോട്ടുമല ഉസ്താദ് അല്ലാഹു തആല സമ്പത്ത് കൊടുത്തിട്ട് അനുഗ്രഹിച്ച മഹാനാണ്. അതുപോലെ തന്നെ കാപ്പിൽ ഉമർ മുസ്ലിയാർ മഹാനർക്ക് തന്റെ വീട്ടിൽ നിന്ന് കുറച്ചപ്പുറം മണ്ണാർക്കാട് ഭാഗത്ത് വലിയൊരു റബ്ബർ എസ്റ്റേറ്റ് ഉണ്ട്. അവിടെ റബ്ബർ മരങ്ങളുണ്ട്. ആ റബ്ബർ മരത്തിന്റെ പാലെടുത്തിട്ട് അതിനെ ഷീട്ടാക്കിയിട്ട് അവിടെ തന്നെ ഉണക്കിയിട്ട് ഉണങ്ങാനിട്ടിട്ട് വേണ്ടതുപോലെ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഭംഗിയായി നിർവഹിക്കാനും ഇഷ്ടംപോലെ പണിക്കാറുമുണ്ട്. ഏടെ മണ്ണാർക്കാട് മഹാന്റെ തോട്ടത്തിൽ, അപ്പുറം, വീട്ടിന്റെ അടുത്തല്ല, അപ്പുറം. അപ്പൊ ഇവർ പാലെടുക്കുന്നതും പാലെടുത്തിട്ട് അതിനെ ഷീറ്റാക്കുന്നതും ഷീറ്റാക്കിയിട്ട് അതിനെ ഉണങ്ങാൻ വേണ്ടിയിട്ട് അയലിട്ട് ഉണക്കുന്നതും എല്ലാം അവിടെ തന്നെയാണ്, തോട്ടത്തിൽ തന്നെയാണ്. മരിക്കുന്നതിന്റെ കുറച്ച് ദിവസം മുമ്പ് മഹാനായ കാപ്പിൽ ഉമർ മുസ്ലിയാർ തന്റെ പണിക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ നാളെ മുതൽ റബ്ബർ മരത്തിന്റെ പാലെടുത്തിട്ട് ഷീറ്റാക്കിയിട്ട് അത് ഉണങ്ങാനിടേണ്ടത് എന്റെ മുറ്റത്ത് തന്നെയാകണം, ഇവിടെ ജാളിൽ തന്നെ ഇടണം, എന്റെ പൊരന്റെ പൂമുറ്റത്ത് തന്നെ അയലുണ്ടാക്കിയിട്ട് ഇവിടെ വിരിക്കണം, ഞാൻ അവിടെ വിരിക്കേണ്ടതില്ല, നിങ്ങളെ പാലെടുത്തിട്ട് അത് ഷീറ്റാക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം, ഇവിടെ വണക്കണമെന്ന് പറഞ്ഞപ്പോ ജോലിക്കാർ പറഞ്ഞു, ഉസ്താദ് അവിടെയാണല്ലോ സൗകര്യം, കാലങ്ങളേറെയായി ഞങ്ങൾ അവിടെയാണത് ചെയ്യുന്നത്, പിന്നെയെല്ലാം അതിന്റെ മട്ടം പോലായ പിന്നെയാണ് ഇങ്ങോട്ട് കൊണ്ടുവരല്, ഞങ്ങൾക്ക് അതന്നെയാണ് സൗകര്യവും, ഇപ്പെന്തേ ഇങ്ങനെ എന്ന് ചോദിച്ചപ്പോ മഹാനായ കാപ്പിൽ ഉമർ മുസ്ലിയാർ എന്ന അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ടവരായ കൂടുതലൊന്നും ആൾക്കാരോട് സംസാരിക്കാത്ത കേരളം കണ്ട ഏറ്റവും വലിയ മുദരിസായ പൊട്ടച്ചിറ അൻവരി അറബിക് കോളേജിന്റെ പ്രിൻസിപ്പളായിരുന്ന ഒരുപാട് അൻവരി പണ്ഡിതന്മാരുടെ ഉസ്താദായ റഹ്മത്തുള്ളാ കാസിമിന്റെ ഉസ്താദായ നൗഷാദ് ബാക്കവിയുടെ ഉസ്താദായ മഹാനായ കാപ്പിൽ ഉമർ മുസ്ലിയാർ അല്ലാഹു പരലോക ദർജ ഉയർത്തി കൊടുക്കട്ടെ. അല്ലാഹു പരലോക ദർജ ഉയർത്തി കൊടുക്കട്ടെ. ആമീൻ പറ. ആ മഹാനുഭാവൻ അവരോട് പറഞ്ഞു, മക്കള് നാളെ മുതൽ നിങ്ങൾ റബ്ബർ കൊണ്ടിരിക്കണം മക്കള് എന്ന് ചോദിച്ചപ്പോ മഹാൻ പറഞ്ഞു, അതെ ഞാൻ രോഗിയാണിപ്പോ, ക്ഷീണിതനാണ്, ഞാൻ പരസഹായം കൂടാതെ നടക്കാനോ ഇരിക്കാനോ പറ്റാത്തവനാണ്, ഞാനിപ്പോ രോഗിയാണ്, എന്റെ രോഗം കാണാൻ പലരും ഇവിടെ വരുന്നുണ്ട്, എന്റെ ശിഷ്യന്മാര്, എന്റെ നേതാക്കള്, എനിക്ക് പിരിശപ്പെട്ടവര്, അതുപോലെ തന്നെ വലിയ വലിയ മനുഷ്യന്മാർ എന്നെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ നിരന്തരമായി വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോ അവരിൽപ്പെട്ട പലരും ഞാനൊരു ഉസ്താദാണ്, പാവപ്പെട്ടവനാണ്, രോഗിയാണെന്ന് പറഞ്ഞിട്ട് പലരും എനിക്ക് പൈസ തരും മക്കളെ. സാധാരണ അങ്ങനെയാണ്, സാധാരണ ആലിമീങ്ങൾക്ക് അങ്ങനെയാണല്ലോ. വലിയവരായ മനുഷ്യന്മാർ വന്നെങ്കിൽ ദ്വാരക്കോണമെന്ന് പറഞ്ഞിട്ട് പൈസ കൊടുക്കലുണ്ട്. അങ്ങനെ എനക്കും പൈസ തരും. സത്യത്തിൽ അവർ തരുന്നത് ഞാൻ രോഗിയാണ്, മരുന്നിനായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടായിരിക്കും. സത്യത്തിൽ ആ പൈസ വാങ്ങാൻ, മരുന്നിന് വാങ്ങാൻ ഞാൻ തരപ്പെട്ടവനല്ല. ഞാൻ ആ പൈസ മരുന്നിന് വാങ്ങാൻ ഒരിക്കലും അർഹതപ്പെട്ടവനല്ല. എനിക്ക് റബ്ബ് സമ്പത്ത് തന്നിട്ടുണ്ട്. മരുന്നിനായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും കാശ് തരുന്നെങ്കിൽ ദുവാരന്നോളോ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് തരുന്നെങ്കിൽ പ്രശ്നമില്ല. ഉസ്താദെ ഇരുന്നോട്ട് ദുവാരക്കണേ, ഉസ്താദിന് മരുന്നിനാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും പൈസ തന്നാൽ എനിക്ക് ആ പൈസ പറ്റുമോ? എന്നെക്കാളേറെ രോഗികളായ മനുഷ്യന്മാർ ഈ നാട്ടിലില്ലേ? അതവർക്ക് കിട്ടേണ്ട കാശല്ലേ? അതവർക്ക് പോകേണ്ട പൈസയല്ലേ? അതവർക്ക് അർഹതപ്പെട്ടതല്ലേ? എനിക്ക് അല്ലാഹു സമ്പത്ത് തന്നിട്ടുണ്ട്. അതുകൊണ്ട് മക്കള്, എന്നെ കാണാൻ വേണ്ടി വരുന്നവർ കാണട്ടെ, ഇയാൾക്ക് പൈസ കൊടുക്കണമെന്നില്ല, റബ്ബർ മുതലാളിയാണെന്ന്, പൈസക്കാരനാണെന്ന്. അത് കണ്ടാ പിന്നെ ആരും എനക്കൊന്നും തരലാലോ. ആരാർക്ക് കിട്ടേണ്ടത് എന്റെ കയ്യിലേക്ക് വരലാലോ, അനർഹമായത് എന്റെ കയ്യിലേക്ക് വരലാലോ. അതുകൊണ്ട് മക്കളെ, നാളെ നിങ്ങൾ ആ പണിയെടുക്കണമെന്ന് മഹാനായ ശൈഖുനാ കാപ്പിൽ ഉമർ മുസ്ലിയാർ പറഞ്ഞെങ്കിൽ നോക്കൂ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വലിയവരായ മഹാന്മാരുടെ സൂക്ഷ്മത. ഞമ്മന്താ കെട്ടിയതിന്? ഞമ്മ ജാലുള്ള റബ്ബർ ഷീറ്റും കൊണ്ടുപോയിട്ട് ബെൽത്തം കെട്ടി കെട്ടി. എന്തേ? ആരും വന്നോ കണ്ടിട്ടുണ്ടാന്ന് കിട്ടുന്നു പോവല്ലേ? അല്ല അല്ല സാർ, ഞമ്മ എത്ര കിട്ടിയെങ്കിലും വേങ്ങാനല്ലേ? പ്രത്യേകിച്ച് എന്നെ പുത്ത മൂലമാർ എത്ര കിട്ടിയെങ്കിൽ മതിയാവില്ല. എല്ലാവരും അല്ല. ചില മൂലമാർ അങ്ങനെ ഉണ്ട്. മഹാനായ ചെറുശ്ശേരി ഉസ്താദ് പറയലുണ്ട്, ചെറുശ്ശേരി ഉസ്താദ്. ചില മൂലമാർ ഈ കൊട്ടു പോലത്തെ മനുഷ്യന്മാർ, കൊട്ടിനെന്ത് ചെയ്യുന്ന കൈ കൊട്ട്, കൊട്ട്
അതായത് അവർ ഇങ്ങ് കോരനെ പഠിച്ചിനെ കൊടുക്കനെ പഠിച്ചിട്ട് ഈ കൊട്ടിന്റെ ബുദ്ധി എന്നിന്റെ കോരൻ തന്നെയല്ലേ ചിള്ളുന്നില്ലല്ലേ അങ്ങ് അങ്ങനത്തെ മൂല്യമാരുണ്ടെന്ന് മഹാനായ സീനുള്ളുലമ ശരി ഉസ്താദ് തമാശ രൂപത്തിലാണ് പറഞ്ഞതെങ്കിലും കാര്യമാണ്. അള്ളാഹു താല കൊടുക്കാനുള്ള മനസ്സും നമുക്ക് പ്രദാനം ചെയ്യട്ടെ. കൊടുക്കാൻ ആമീൻ ചെല്ലാൻ മതിയല്ല, കൊടുക്കണം. ആമീൻ ചെല്ലാൻ വലിയ ചെലവൊന്നുമില്ല. അതന്നെയാണ് പരിഹാരം. ദാനമാണ് പരിഹാരം. പ്രശ്നങ്ങൾക്ക്, പ്രയാസങ്ങൾക്ക്, കഷ്ടപ്പാടുകൾക്ക്, ദുഃഖങ്ങൾക്ക്, ദുരിതങ്ങൾക്ക്, നിന്റെ രോഗങ്ങൾക്ക്, നിന്റെ ദുനിയാവിന്റെ ആഖിറത്തിന്റെ എല്ലാ വിഷയത്തിനും പരിഹാരം സ്വതക്കയാണ്, ദിക്റാണ്, മഹാന്മാരോടുള്ള മഹബത്താണ്, പിരിശപ്പാടാണ്, മൗലിദാണ്, ദിക്റാണ്, ഇതുപോലെയുള്ള അനുസ്മരണ പരിപാടികളാണ്. ഇതുകൊണ്ട് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ഞങ്ങളെ രണ്ട് ലോകത്തിന്റെയും പരിഹാരമാണ്, രണ്ട് ലോകത്തിന്റെയും വിജയമാണ്. അല്ലെ? സ്വതക്ക കൊടുക്കലുകൊണ്ട്, ദിക്റുകൊണ്ട്. സാന്ദർഭികമായ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. ദിക്റിന്റെ കാര്യം പറഞ്ഞല്ലോ. ബിദിക്രില്ലാഹി തൻമഹിഖുദ്ദുനൂബു വതൻഫതിഹുൽ ബസായിറു വൽ ഖുലൂബു വദിക്റുല്ലാഹി അഫ്ളലു കുല്ലി ഷൈഇൻ കദാ ഖാലൽ ഹബീബു വല്ലീലാഹു. ദിക്റെല്ലാത്തിനും പരിഹാരമാണ്. ദിക്ർ സമാധാനമാണ്. ദിക്ർ സാന്ത്വനമാണ്. ദിക്ർ ശ്രീരക്ഷയാണ്. ദിക്ർ അഭയമാണ്. ദിക്ർ താങ്ങാണ്, തണലാണ്, തുണയാണ്. ദിക്ർ എല്ലാത്തിനും പരിഹാരമാണ്. ബിദിക്രില്ലാഹി തൻമഹിഖുദ്ദുനൂബ്. എല്ലാ പാപങ്ങളും ദിക്ർ മുഖേന പൊറുക്കപ്പെടും. ദിക്റിലൂടെ ഉദ്ദേശങ്ങൾ നിറവേറും. ദിക്റിലൂടെ രോഗങ്ങൾ സുഖപ്പെടും. ദിക്റിലൂടെ അല്ലാഹു തആല തരുന്ന പരീക്ഷണങ്ങൾ നീക്കിത്തരും. അതുകൊണ്ട് തന്നെ പറയട്ടെ, ദിക്ർ മറക്കണ്ട, ദിക്ർ മറക്കണ്ട. അതിന്റെ ഇടയിൽ ഒരു കാര്യം സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇതേ മാസം 29-ാം തീയതി നമ്മുടെ കർണാടക ഇസ്ലാം അതിന്റെ ബൃഹത്തായ ഒരു വലിയ ആധ്യാത്മിക മജ്‌ലിസ്, ആ ദിക്ർ മജ്‌ലിസ് ഇൻഷാ അല്ലാഹ് ഇതേ മാസം 29-ന് ഹാളിൽ മറക്കണ്ട. ഡേറ്റ് മറക്കണ്ട. 29 പുത്തൂർ കുമ്പ്രക്കടത്ത് വെച്ച് നടക്കും. ആ ദിക്റിന്റെ മജ്‌ലിസ് മഹാനായ പണ്ഡിതനായ സൂഫിവര്യനായ യുവപണ്ഡിതനായ ബഹുമാനപ്പെട്ട ഉസ്താദ് വലിയുദ്ദീൻ ഫൈസി വാടക്കാട് മഹാനവറുകളാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ആ ദിക്ർ മജ്‌ലിസ് സാന്ത്വനമാണ്. എത്രയോ ആൾക്കാർ അതിൽ പങ്കെടുക്കുന്നു. ഓൺലൈൻ മജ്‌ലിസാണ്. എന്നാൽ ഓഫ്ലൈനിലായിട്ട് നിങ്ങൾക്ക് നേരിട്ട് ആ മജ്‌ലിസിൽ സംബന്ധിക്കാം. ആയിരക്കണക്കിന് ആലിമീങ്ങൾ, നൂറുകണക്കിന് സാദാത്യങ്ങൾ, വലിയവരായ മഹാന്മാരൊക്കെ പങ്കെടുക്കുന്ന വലിയ ദിക്ർ മജ്‌ലിസ് ഇൻഷാ അല്ലാഹ് ഇതേ മാസം 29-ാം താരീഖിന് പുത്തൂർ കുമ്പ്രക്കടത്തുള്ള അബ്രോഡ് ഹാളിൽ വെച്ച് നടക്കുമ്പോ KIC-യുടെ കെയർഓഫിലായ ആശ്രയത്തിലായ ആഭിമുഖ്യത്തിലായി നടക്കുമ്പോ ആ 29-ന്റെ നൂറെ അജ്മീർ ദിക്ർ മജ്‌ലിസ് പരിപാടിയിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഇരിക്കട്ടെ, ആ ദിക്ർ ഏതായാലും ഏത് ദിക്റായാലും മഹാന്മാരുടെ ഈ അനുസ്മരണം തന്നെ ഒരു ദിക്റാണ്. അല്ലേ? നബിതങ്ങളുടെ ഹദീസ് തന്നെ അങ്ങനെയാ. നബിതങ്ങളുടെ ഹദീസ് എങ്ങനെയാ? ദിക്റുൽ അംബിയായി ഇബാദാ വദിക്റുസ് സ്വാലിഹീന കഫാറാ. ഹബീബുൽ വറാ റസൂലുള്ളാഹ്, ഹബീബുൽ വറാ റസൂലുള്ളാഹ്. മഹാന്മാരായ ആലിമീങ്ങളെ അനുസ്മരിക്കല് അതൊരു ദിക്റാൻ. ശംസുൽ തങ്ങളുടെ ത്യാഗോജ്ജലമായ ജീവിതമായ പറക്കല് അതൊരു ദിക്റാൻ. ഈ മഹാന്മാരെ കൊല്ലം അനുസ്മരിക്കണത് എന്തിനാ? സമയായുസ സുൽത്താൻ എത്ര മണി വരെ? നീ ആയിട്ടില്ല ചെല്ലും, എന്നാലും സമയമില്ലേ? 2 മണി വരെ ഇൻഷാ ഇൻഷാ. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ അതുപോലെയുള്ള മഹാന്മാർ ആരുമാകട്ടെ, അവരൊക്കെയും അവരുടെ ത്യാഗോജ്ജലമായ ജീവിതങ്ങൾ, ത്യാഗദുർഭരമായ ജീവിതങ്ങൾ, അവരുടെ അവർണ്ണനീയമായ സേവനങ്ങൾ, അവർ ഈ ദീനിനു വേണ്ടി ചെയ്ത സേവനങ്ങൾ, ഈ ഖിദ്മത്തെടുത്ത കാര്യങ്ങൾ, നമുക്ക് നേതൃത്വം നൽകിയ കാര്യങ്ങൾ, അവർ ലോകത്ത് ചെയ്തു വെച്ച നല്ല കാര്യങ്ങൾ, ഇതൊക്കെയും ലോകത്തിന്റെ മുമ്പിൽ, നിങ്ങളെ മുമ്പിൽ ഞങ്ങൾ പറയണത് എന്തിനറിയുമോ? ആ മഹാന്മാരുടെ വഴിയെ സഞ്ചരിക്കാനാണ്, അവരെ മുറുകെ പിടിച്ച് ജീവിക്കാനാണ്. വിശുദ്ധ ഖുർആനല്ലേ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, ഏ മുഅ്മിനീങ്ങളെ
അള്ളാഹു പറയുകയാണ്, മുഅ്മിനീങ്ങളായ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും വിളിച്ചിട്ട് അല്ലാഹു പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, ഏ മുഅ്മിനീങ്ങളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുക്ക് തഖ്വയുള്ളവരാകണേ, നിങ്ങൾ തഖ്വ ചെയ്യണേ, സൂക്ഷ്മതയോടെ ജീവിക്കണേ. എന്നിട്ട് അല്ലാഹു പറയുന്നുണ്ട്, വകൂനൂ മഅസ്വാദിഖീൻ, സത്യവാന്മാരെ കൂടെ, ശംസുല്ലുലമയുടെ കൂടെ, സ്വാലിഹീങ്ങളെ കൂടെ, സച്ചരിതരായ സദ്വൃതരായ മഹാത്മാക്കളെ കൂടെ നിങ്ങൾ ചേർന്നോളൂ, അവരെ കൂടെ കൂടിക്കോളൂ, അവരെ പിരിശം വെച്ചോളൂ, അവരെ കാൽപ്പാട് പിന്തുടർന്നോളൂ, അവരെ റോൾ മോഡലാക്കിക്കോളൂ. പരിശുദ്ധ ഖുർആനിൽ ബയ്യനല്ലാഹു അസ്സ വജൽ, ബയ്യനല്ലാഹു അസ്സ വജൽ, ആ മഹാന്മാരെ നിങ്ങൾ പകർത്തണോ? നോക്കൂ, നിങ്ങൾ മഹാനായ ശൈഖുന പാരന്നൂർ ഉസ്താദ് മരണപ്പെടുന്നതിന്റെ തലേ രാത്രി സുന്നത്തായ നിസ്കാരമെല്ലാം നിസ്കരിച്ച് വിത്തർ 11 അടക്കം ക്ഷീണമാണ്, നല്ലോണം ക്ഷീണമുണ്ട്, 2 കാലും അങ്ങ് വീർത്തിട്ട് ബീങ്ങിയിട്ട് അങ്ങനെയുണ്ട്. ഇങ്ങനെ ഒരു പള്ളിന്റെ ഇത് കയർ പിടിച്ചിട്ട് നിൽക്കുന്നു, കൂടെ മക്കൾ ഇങ്ങനെ പിടിച്ചിട്ടാണ് മഹാൻ നിന്ന് നിസ്കരിക്കുന്നത്. ഇരുന്ന് നിസ്കരിക്കേണ്ട ആളാണ്, എന്നാലും ഇരുന്നില്ല. മക്കളുടെ വേണ്ടപ്പെട്ടവരുടെ സഹായത്തോടെ നിന്നിട്ട് നിസ്കരിക്കുന്നു, പിന്നെയും നിസ്കരിക്കുന്നു, പിന്നെയും സുജൂദ് ചെയ്യുന്നു. ആ സമയത്ത് സലാം വിട്ടിയപ്പോ മക്കള് ചോദിച്ചു, അത്ര ഉസ്താദേ മതിയല്ലോ, ക്ഷീണമല്ലേ, രോഗിയല്ലേ, കാലുകളൊക്കെയും വീർത്തിരിക്കുകയല്ലേ, പോകാലോ മതിയല്ലേ എന്ന് ചോദിച്ചപ്പോ മഹാനായ ശൈഖുന പാരന്നൂർ ഉസ്താദ് എന്ന വിനയത്തിന്റെ മൂർത്തിയായിരുന്ന മഹാൻ, പാണ്ഡിത്യത്തിന്റെ സാഗരമായിരുന്ന മഹാൻ ശൈഖുന പാരന്നൂർ പി ഇബ്രാഹിം മുസ്ലിയാർ എന്ന സമസ്തയുടെ ഖജാഞ്ചിയായിരുന്ന ട്രഷററായിരുന്ന മഹാൻ, ആ മഹാനുഭാവൻ പറഞ്ഞു, പത്ര മക്കളെ, നാളെ മുതൽ എനിക്ക് സുന്നത്ത് നിസ്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ, നാളെ മുതൽ എനിക്ക് നിന്ന് നിസ്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ, നാളെ മുതൽ എനിക്ക് സുജൂദ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലോ, ഞാൻ കഴിവതും എന്റെ റബ്ബിന് ഇന്ന് തന്നെ സുജൂദ് ചെയ്യട്ടെ, ഇന്ന് തന്നെ ഞാൻ നിന്ന് നിസ്കരിക്കട്ടെ, ഉള്ള സുന്നത്ത് ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി നിർവഹിക്കട്ടെ, നാളെ ചിലപ്പോ എന്നെ കൊണ്ട് ഇതായിക്കൊള്ളണമെന്നില്ല എന്നാ മഹാനുഭാവൻ കൂടിയവരോട് പറഞ്ഞു എന്ന് മാത്രമല്ല, പിറ്റേന്ന് ഈ ലോകത്തോട് ആ മഹാന് വിട പറഞ്ഞു. ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ സുന്നത്ത് ഒഴിവാക്കിയില്ല. അതുകൊണ്ട് താടി പഠിക്കണ്ട, ചെറുപ്പക്കാരെ താടി പഠിക്കണ്ട, താടി വെക്കുന്നെങ്കിൽ ന്യൂ സ്റ്റൈലിൽ താടിയാക്കണ്ട, നബിതങ്ങളെ സുന്നത്താക്കിക്കോ. എന്റെ താടി, ഞാൻ ഈ വെച്ച താടി, വന്ന് വളർത്തിയ താടി, ഇത് നബിതങ്ങളെ താടി, അത് കുറച്ച് നീട്ടിയിട്ടാ കട്ടാക്കിയിട്ട, പിന്നെ കുറച്ച് പുതിയ വെർഷൻ സ്റ്റൈലെല്ലാം ആക്കിയിട്ടെല്ലാം വെച്ച പ്രശ്നമൊന്നുമില്ല. പക്ഷെ നീയത്ത് റസൂലുള്ളാഹിന്റെ സുന്നത്താണോ, അല്ലാണ്ട് അത് ആരുതാവാൻ പാടില്ല. ഇന്നത്തെ ആക്ടർമാരെ സ്റ്റൈൽ ഓരോരുത്തരുടെ താടിന്റെ കോലം കണ്ടെങ്കിൽ താടിയാ, തുപ്പു മനുഷ്യന്മാർ, അങ്ങനത്തെ താടി. ഞാൻ ചങ്ങാന്റെ താടി കണ്ട റഹ്മാനായ റബ്ബേ, ആ ഫുള്ള് താടി ഉള്ള രോമെല്ലാം വരുന്ന ആളോ, അവന്റെ ഇത് കാണുമ്പോ പഠിച്ചിട്ട് കാണുമ്പോ മനസ്സിലാ, കാണാൻ നല്ല പൂപ്പു പോലുള്ളൂ, നല്ല ഉഷാറാണ്, നല്ല അങ്ങനെ അവൻ ഫുള്ള് പഠിച്ചു. ഈടെ മാത്രം വെച്ചിട്ട് ഈടെ മതി ഇത് മതി, താടി തന്നെയാണ് കണക്കിന്. താടി സത്യത്തിൽ താടി എന്ന് പറഞ്ഞാൽ താടിതാ, അത് മതി. പക്ഷെ ഈ ചങ്ങാണ്ടറിയോ, ഈടെ ഇത്ര തന്നെ വെച്ചിന്, എന്നിട്ട് അതിന്റെ നടുവിൽ 12 കണി. ഞാനിങ്ങനെ ആലോചിച്ച് ഇതെന്ത് റബ്ബേ ഇങ്ങനെ കണിയാക്കിനോ, ലൈൻ ഇങ്ങനെ ഗരയിട്ട് ഫുള്ളോട്. ഞാൻ ഇതെന്ത് മോഡൽ, ഇതെന്ത് സ്റ്റൈൽ, ഇതെന്ത് ഇങ്ങനെ അങ്ങനെ ആലോചിക്കുമ്പോ എന്റെ അടുത്ത് ഒരാളുടെ വെള്ളം എന്തിനും സംശയം ഇങ്ങനെ അയാൾ നോക്കിയിട്ടാണ് വെച്ചത്. അല്ല, ഞാൻ പോയ മനുഷ്യന്റെ താടിന്റെ സ്റ്റൈല് നിങ്ങൾ കണ്ട, ഞാൻ കണ്ടു ഇങ്ങനെ ഗരയിലിട്ട് ഇങ്ങനെ 4-5 അതെന്തിനി അപ്പാട് ചെല്ലുന്നറിയോ, അത് ഉസ്താദെ അവൻ മാറുത്തി ഇതെല്ലാം ചോദിച്ചിട്ട് തുപ്പന ഒരു വെച്ചതുണ്ടാവും. അപ്പൊ ഈ കിഞ്ഞിട്ട് എന്നെ ഫോട്ടോ എടുത്ത് ഗരയിട്ടേ ഈലെന്നെ കണി പോലെ. ഇപ്പൊ മനുഷ്യന്മാരെല്ലാം എളുപ്പം നോക്കുന്നതല്ലേ, ആർക്കിടെ കഷ്ടപ്പെടാൻ പണിയുള്ള. തുപ്പുമ്പോൾ ഒരു റിസ്ക് തന്നെയല്ല, അല്ലാണ്ട് ഇപ്പൊ എല്ലായിടത്തും തുപ്പാൻ പറ്റും, ബസ്സിനുള്ളിലെല്ലാം കയറി തുപ്പാൻ പറ്റും. ഇത് കീഞ്ഞിട്ട് പോയി ഉള്ളക്കല്ലേ പനി, എൻ്റെ ഉള്ള പ്രശ്നമില്ല, അറിയാം. അല്ല, അങ്ങനെ ആയിരിക്കണം, നമുക്കറിയില്ല. അല്ല, അതൊരു താടിയാ, താടിയ ചെലവൊന്നുമില്ല, 5 പൈസ ചെലവില്ല.
5 പൈസ ചെലവില്ല. അതൊന്നും മട്ടം പോലെ വെച്ച് സത്യം പറഞ്ഞ താടിയുള്ള മുഖത്തേക്കാണ് ഏറ്റവും സൗന്ദര്യവും അലങ്കാരവും പൗരുഷവും സ്റ്റൈലും. അതറിയോ നിങ്ങൾ? താടി സുന്നത്താൻ. താടി പഠിക്കുക എന്നത് പല അഭിപ്രായമുണ്ട്. ഹറാമാണെന്ന് പറഞ്ഞവരുണ്ട്, കറാഹത്താണ് എന്നതിൽ തർക്കമില്ല. ഹറാമാണെന്ന് തന്നെയാണ് നമ്മുടെ മതത്തിന്റെ പ്രബലപക്ഷം. താടി വളർത്തണം. താടി വളർത്തൽ സുന്നത്താണ്. അത് എപ്പോഴും വേണം. അത് മൗലാമാരെ മാതിരി വലിയ വലിയ തങ്ങന്മാരെ മാതിരി ഇത്ര വെക്കണമെന്നൊന്നുമില്ല. ഒരു സുന്നത്തിന് ഒരു കുറച്ചെങ്കിലും വേണം, താടി വേണം. അങ്ങനെ ഛർദ്ദിച്ച് ഇങ്ങനെ സൺസൈഡ് വാർത്ത പലാക്കിയുണ്ട്. സുന്നത്ത് നബി തങ്ങളെ സുന്നത്ത് ജീവിതത്തിൽ പകർത്തണം. അത് സുന്നത്തല്ലേ, സുന്നത്തല്ലേ ചെറുതാക്കുന്നത്. ചെറുതാക്കേണ്ടതല്ല, സുന്നത്ത് എടുക്കാനുള്ളതാണ്, അത് ഒഴിവാക്കാനുള്ളതല്ല, സുന്നത്ത് ചെയ്യാനുള്ളതാണ്. എന്താണ് നീ നിസ്കരിക്കുമ്പോ തൊപ്പിയാക്കാഞ്ഞേ? അത് സുന്നത്തല്ലേ. നീ എന്താ സുന്നത്ത് നിസ്കരിക്കാഞ്ഞേ? തങ്ങളോട് വന്നിട്ട് പറയുകയാ, പൊന്നാര നബിയേ, ഇന്നി ഉഹിബ്ബുക യാ റസൂലല്ലാഹ്. ഒരു മിനിറ്റ്, അവിടെ ഇരിക്കും, ഞാൻ ചെല്ലുമ്പോ പോണോ അല്ലെ? രണ്ടാളും ഒന്നിച്ച് പോണം ഇൻഷാ അല്ലാഹ്. ഇന്നി ഉഹിബ്ബുക യാ റസൂലല്ലാഹ്. പറ, ഇന്നി ഉഹിബ്ബുക യാ റസൂലല്ലാഹ്. പൊന്നാര നബിയെ, ഞാൻ അങ്ങയെ നല്ലോണം പിരിശം വെക്കുന്ന നബിയെ. അങ്ങയോട് എനിക്ക് വല്ലാത്ത ഹുബ്ബാ നബിയെ, നിങ്ങളോട് എനിക്ക് വല്ലാത്ത പിരിശമാ നബിയെ. മഹാനായ സഫ്വാൻ റളിയല്ലാഹു അൻഹു നബിയോട് പറഞ്ഞപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു പറഞ്ഞു, എന്നാൽ സഫ്വാന് അൽ മർഉ മഅ മൻ അഹബ്ബാ. നീ ആരെയാ സ്നേഹിക്കണത്? നിങ്ങൾ ആരെയാ സ്നേഹിക്കുന്നത്? ശംസുൽ ഉലമ തങ്ങളെയാണോ? അജ്മീർ ഖാജയാണോ? ഇമാം ഷാഫി തങ്ങളെയാണോ? മഹാന്മാരായ നമ്മുടെ മഹാന്മാരായ നേതാക്കളെയാണോ? അല്ലാഹുവിന്റെ ഔലിയാക്കളെയാണോ? മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളെയാണോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണോ? എന്നാൽ അവരോടൊപ്പമാ നിങ്ങൾ നാളെ സ്വർഗത്തില്. ആ മഹാന്മാരുടെ തിരുനോട്ടം നമുക്കുണ്ട്, അവരുടെ കാവല് നമുക്കുണ്ട്, അവരെ കൊണ്ടുള്ള ഗുണം നമുക്കുണ്ട്. തീർച്ചയാണ്. മഹാന്മാരെ സിയാറത്ത് ചെയ്തെങ്കില്, അവരെ പോയി കണ്ടെങ്കില്, അവരോട് ദുആരക്കാൻ പറഞ്ഞെങ്കില്, അവരെ പിരിശം വെച്ചെങ്കില്, അവരെ പേരിൽ നേർച്ച കൊടുത്തെങ്കില് അതിന്റെ ഗുണം ചെറുതല്ല. എണ്ണിയാതീരാൽ എത്ര ഗുണമുണ്ട്. മഹാന്മാരെ പിരിശം വെക്കുന്നതും അവരെ സിയാറത്തെല്ലാം ചെയ്യണം. ശംസുൽ ഉലമ തങ്ങളെ ഇപ്പൊ ആണ്ട് കഴിഞ്ഞല്ലോ മിഞ്ഞാന്ന് അല്ലേ? ശംസുൽ ഉലമാന്റെ ആളാണ്. ശംസുൽ ഉലമാനെ നല്ലോണം പിരിശം വെക്കുന്ന മക്കളാ. എത്ര പേര് ശംസുൽ ഉലമാനെ സിയാറത്ത് ചെയ്യാൻ പോയി? വേണ്ട. ഇവിടെ നിന്നിട്ട് ഒരു ഫാത്തിഹ എത്ര ആൾ ഓതി? എപ്പോഴും ഓതണം ഒരു ഫാത്തിഹ. അവരെ മേലൊരു ഫാത്തിഹ എപ്പോഴും ഓതണം. നമുക്കുള്ള കാവൽ അവരാണ്. പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, സിഹർ, കണ്ണേറുകളൊക്കെ വരുമ്പോ, അപകടങ്ങൾ, ആപത്ത്, വിപത്ത്, പിന്നെ അനാഹുതങ്ങൾ വരുമ്പോ നമുക്ക് ആ സമയത്തെല്ലാം കാവല് ആ മഹാന്മാരാൻ. അല്ലാഹു തആല അനുഗ്രഹിച്ച ആ മഹാന്മാരാൻ, അല്ലാഹു ആദരിച്ച ആ മഹാന്മാരാൻ, അല്ലാഹു കറാമത്ത് കൊടുത്ത ആ മഹാന്മാർ നമുക്കവർ കാവലാൻ. അല്ലാഹു തആല നമുക്ക് വേണ്ടിയിട്ടാണ് ആ സൗകര്യം ഏർപ്പെടുത്തിയത്. മുസ്തഫായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുമ്പോ ഒരു സഹാബി വന്നിട്ട് നബിയോട് പറയുകയാണ്, പൊന്നാര നബിയേ, അതൈനാക വല്ലുദറാഉ തുദുമി ലബാനുഹാ. നബിയേ, മഴയില്ല നബിയേ, മഴയില്ല, വെള്ളമില്ല, നല്ലോണം ക്ഷാമമാ നബിയേ. പാടവരമ്പെല്ലാം വണങ്ങിപ്പോയി നബിയേ. എല്ലായിടത്തും വെള്ളത്തിന് പ്രയാസമാ നബിയേ. അതുകൊണ്ട് ദുആരക്കണേ നബിയേ, വെള്ളം വേണം നബിയേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോ, ആരോട്? എന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാട്ടർ അതോറിറ്റി മന്ത്രിയാ? ചില മനുഷ്യന്മാർ ചോദിക്കലുണ്ട്, ഔലിയാക്കന്മാരോട് ചോദിക്കാണ്ട പറ്റില്ല, ശംസുൽ ഉലമാ സ്മരണം പറ്റാല, ഉത്തുവിയത്ത് പറ്റാല, റാത്തീബ് പറ്റാല, ദിക്ർ പറ്റാല. ശിർക്ക്, വള്ളി ശിർക്ക്, അതിന്റെ അപ്പുറം ഒന്നുമില്ല. തുപ്പിയെങ്കിൽ ശിർക്ക്. സത്യത്തിൽ എന്താണ് ഈ ദിക്ർ? എന്താണ് ഈ സിയാറത്ത്? എന്തിനാണ് ഈ സിയാറത്ത്? ആരാണ് ഈ മഹാന്മാർ? പഠിക്കണ്ടേ നമ്മള്? അൽഹംദുലില്ലാഹ്, കുറെ ദൂരം നല്ല ആൾക്കാർ വരുന്നുണ്ട്. സംഘാടകർക്ക് വേണ്ടി ഞാൻ അവരെ അഭിനന്ദിക്കുന്നു. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ.
നിറഞ്ഞ സദസ്സ്, അൽഹംദുലില്ലാ. നല്ല അടക്കത്തോടും ഒതുക്കത്തോടും അതിലേറെ ഭക്തിയോടുകൂടിയും ഇരിക്കുന്ന മഹത്തായ സദസ്സ്. അല്ലാഹു തആല ഇതിനേക്കാളേറെ ഭംഗിയിൽ നാളെ അവന്റെ സ്വർഗ്ഗലോകത്ത് നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ഈ മജ്ലിസ് പിരിയുന്നതിന് മുമ്പ്, ഈ കമ്പൗണ്ട് ഇറങ്ങുന്നതിന് മുമ്പ് പടച്ചിറപ്പ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നീക്കിത്തന്ന് അനുഗ്രഹിക്കട്ടെ. നല്ലോണം ആമീൻ പറയണം, നല്ലോണം ആമീൻ പറയണം. നമുക്ക് ആകെയുള്ള ഒരു രക്ഷ ദുആ മാത്രമാണ്. അത് ഈ മഹാന്മാരെ അനുസ്മരിക്കുന്ന സദസ്സില് മഹാന്മാരെ തവസ്സുലാക്കിക്കൊണ്ട്, അവരെ മുൻനിർത്തിക്കൊണ്ട്, അവരോട് ഹുബ്ബ് വെച്ചുകൊണ്ട് നമ്മൾ ദുആരന്ന് കഴിഞ്ഞാൽ ആ ദുആക്ക് ഉത്തരം ഉറപ്പാണ്, ഡെഫിനറ്റ് ആണ്, സംശയമില്ല. മഹാന്മാരെ മുൻനിർത്തിയിട്ട് തന്നെ തേടണോ? അത് അള്ളാന്റെ അടുക്ക ഉപകാരപ്പെടും. നമ്മൾ നേരെ ചോദിക്കുന്നതിനേക്കാളും നല്ലത് മഹാന്മാരെ ഇടയിൽ കൊണ്ടുവന്നിട്ട് ചോദിക്കൽ തന്നെയാണ്. അത് എല്ലാത്തിനും അങ്ങനെയാണ്. സൽപ്പി കുൽപ്പി എന്ത് വേണം ചിലട്ട് നമ്മൾ വിഷയാക്കണമെന്നില്ല. മഹാന്മാർ നമ്മൾ ആവശ്യത്തിനാണ്. അവർ അള്ളാന്റെ അടുക്കൽ വലിയവരാണ്. അവരെ മുൻനിർത്തിയിട്ടാണ് ചോദിക്കുമ്പോ പടച്ചിറപ്പ് നമ്മളെ കാര്യം എളുപ്പത്തിലാക്കും. നമ്മ നേരെ പോയെങ്കിൽ എളുപ്പത്തിലാവലാന്നൊന്നുമല്ല, നമ്മ നേരെ പോകാൻ പാടില്ല എന്നുമല്ല, അള്ളാവിനോട് ഒറ്റക്ക് ചോദിക്കാൻ പറ്റാലെന്നൊന്നുമല്ല. അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഇനി മഹാന്മാരെ കൂടെ കൂടിയിട്ടാണ് നമ്മൾ ഈ പണി ചെയ്യണതെങ്കിലോ കാര്യം എളുപ്പമായി. നീ എന്ത് പറഞ്ഞാലും മോശമില്ല. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുത്ബ ഓതുമ്പോൾ സഹാബി വന്നിട്ട് നബിയോട് പറയാ, നബിയെ ഞങ്ങളെ കണ്ടവും പാടവും പറമ്പും എല്ലാം വണങ്ങിപ്പോയി നബിയെ. ഏതുവരെ വെള്ളമില്ല, കുടിക്കാനില്ല. ഏതുവരെ അറിയാമോ? വെള്ളം കുടിക്കാതെ ക്ഷീണിച്ച് പറ്റേ അവശയായ മുല കൊടുക്കുന്ന ഞങ്ങളെ ഉമ്മാന്റെ മുലയിൽ നിന്ന് മുലപ്പാലിന് പകരം ചോര വരികയാണ് നബിയേ. മൃഗങ്ങളെ പോലും ചത്തുപോയി നബിയേ. വെള്ളമില്ല നബിയേ, വെള്ളം വേണം നബിയേ. എന്റെ ഈ സഹാബിക്ക് ഇരുന്നിടത്ത് തന്നെ അള്ളാട് കേട്ടൂടാ അതിനാ? പടച്ചോനെ വെള്ളമില്ല നബിയെ, എല്ലാം പോയിന് പറ്റ വണങ്ങിയിട്ടെല്ലാം അങ്ങ് എത്തിപ്പോയി നബിയെ, ഞങ്ങൾ വെള്ളം വേണം നബിയെ ചോദിച്ചുകൂടായിരുന്നു? എന്റെ റസൂലുള്ളാഹി ഞങ്ങളുടെ അടുക്കലേക്ക് വന്നേ. അവിടെ ചെന്ന സ്പീഡ് കൂടും. അത് 4G അല്ല 5G ആണത്. കൂടെ ഞാൻ മാത്രം ചേരാൻ വെച്ചാൽ 2G പോകത്രേ. അത് ലിങ്ക് ആവാൻ കുറച്ച് പണിയുണ്ട്, അത് കണക്ട് ആവാൻ കുറച്ച് പണിയുണ്ട്. ആവും, ആവലെന്നല്ല, ആവും. പക്ഷെ